മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് ഗ്രേഡ് 2 എക്സാം ഡേറ്റ് ജൂലൈ മാസം 9-ാം തീയതിയാണ്. ജൂൺ 25 മുതൽ നിങ്ങൾക്ക് എന്ത് വരും? ഹാൾ ടിക്കറ്റ് വരും. ജൂലൈ 9 രാവിലെ ആയിരിക്കും പരീക്ഷ, അത് മറക്കരുത്. ഇപ്പം കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അത് ഓരോ ജില്ല തിരിച്ച് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയായിരിക്കും മത്സരം. നമുക്ക് നോക്കാം, ഓരോ ജില്ല വെച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺഫർമേഷൻ കൊടുത്തത് ജില്ല തിരുവനന്തപുരമാണ്. അപേക്ഷകർ അപ്ലൈ ചെയ്തത് 7180, എഴുതുന്നവര് 6287. കൊല്ലം ജില്ലയിലെ വെറും 3809 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കൺഫർമേഷൻ കൊടുത്തത് 3210. പത്തനംതിട്ട ചെറിയ ജില്ലയാണ്, 1637 അപേക്ഷിച്ചു. 1402 പേരാണ് എന്ത് ചെയ്യുന്നത്? എക്സാം എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്തത്. ആലപ്പുഴയിൽ 2709 പേര് അപ്ലൈ ചെയ്തു, കൺഫർമേഷൻ കൊടുത്തു 2348. കോട്ടയത്ത് 2539 പേര് അപ്ലൈ ചെയ്തു, 2118 പേര് എന്ത് ചെയ്തു? കൺഫർമേഷൻ കൊടുത്തു. അത് ഇടുക്കിയാണ്, 1673 പേര് അപ്ലൈ ചെയ്തു, 1413 പേര് കൺഫർമേഷൻ കൊടുത്തു. എറണാകുളം ജില്ലയിൽ 3859 പേര് അപ്ലൈ ചെയ്തു, 3190 പേര് എന്ത് ചെയ്തു? കൺഫർമേഷൻ കൊടുത്തു. തൃശ്ശൂർ ജില്ലയിൽ 4352 പേര് അപ്ലൈ ചെയ്തു, 3573 മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. പാലക്കാട് 5034 പേര് അപ്ലൈ ചെയ്തു, 4340 പേരാണ് എന്ത് ചെയ്ത്? കൺഫർമേഷൻ കൊടുത്തത്. മലപ്പുറം ജില്ലയിൽ 4746 പേര് അപ്ലൈ ചെയ്തു, 3962 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. കോഴിക്കോട് ജില്ലയിൽ 4465 പേര് അപ്ലൈ ചെയ്തു, 3727 പേരാണ് എന്ത് ചെയ്ത്? കൺഫർമേഷൻ കൊടുത്തത്. വയനാട് 1334 പേര് അപ്ലൈ ചെയ്തു, 1160 പേര്. ഏറ്റവും കുറച്ച് ആൾക്കാർ അപ്ലൈ ചെയ്തതും ഏറ്റവും കുറച്ച് ആൾക്കാർ എക്സാം എഴുതാൻ പോകുന്നതും വയനാട് ജില്ലയിലാണ്, വെറും 1160 പേര്. കണ്ണൂർ ജില്ലയിൽ 3587 പേര് അപ്ലൈ ചെയ്തു, 3070 പേര് എന്ത് ചെയ്തു? കൺഫർമേഷൻ കൊടുത്തു. അടുത്ത കാസർഗോഡാണ്, 1642 പേര് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. എക്സാം എഴുതാൻ പോകുന്നത് 1396. ആകെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 48,566. എക്സാം എഴുതാൻ പോകുന്നവർ 41,176. 7,390 കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. എന്തിനാ ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയ ഉണ്ടാക്കി എടുക്കുക, എത്ര പേരാണ് നമ്മുടെ ജില്ലയിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ 50 മാർക്കാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 50 മാർക്കാണ്. ഞങ്ങളുടെ റാങ്ക് ഫയൽ ഈ ആഴ്ച അവൈലബിൾ ആകും. ഞങ്ങളുടെ ഫൈനൽ റിവിഷൻ ബാച്ച് അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കും. അതോടുകൂടി നമ്മുടെ എല്ലാ ബാച്ചും ക്ലോസ് ചെയ്യും. ഫൈനൽ റിവിഷൻ ബാച്ച് ഫോക്കസ് ഓൺ 50 മാർക്ക്, 50 മാർക്ക് നമുക്ക് വേണം. 50 മാർക്ക് കൊണ്ട് ഉയർന്ന റാങ്ക് കിട്ടും വിശ്വസിച്ച് പറയണം. 50 മാർക്ക് നമുക്ക് വേണം. ഫോക്കസ് 50 ബാച്ചാണ് വരാൻ പോകുന്നത്. റാങ്ക് ഫയൽ സൗജന്യമായിട്ട് കിട്ടും. ഏറ്റവും ചെറിയ ഫീസായിരിക്കും വാങ്ങുന്നത്. ഫീസിനെ പറ്റി ഇപ്പോൾ റിലീവ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഏറ്റവും ചെറിയ ഫീസായിരിക്കും വാങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. പ്രത്യേകത പറയണം, റാങ്ക് ഫയലിലെ പ്രത്യേകത, ഈ ഒരു എക്സാമിന് പ്രത്യേകത കൊമേഴ്സ്, എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റ് എല്ലാം കൂടെ കയറി ടഫ് ആവത്തില്ല. കാര്യം 4 രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ബേസ് തൊട്ടുള്ള മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള മാക്സിമം ചോദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എക്കണോമിക്സിലും മാത്സിലും സ്റ്റാറ്റിലും കൊമേഴ്സിലും സിമ്പിളായ കുറെ ചോദ്യങ്ങളും കാണും, ടഫും കാണും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. നിങ്ങളത് വായിച്ച റാങ്ക് ഫയൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ഒരു 10 മാർക്കിന് നമ്മൾ റാങ്ക് ഫയൽ ചോദിച്ചാൽ നമ്മൾ എന്ത് വിജയിച്ചു? 10 മാർക്കിനെങ്കിലും. 10 അല്ല, അതിലധികം ചോദിക്കും. മാത്സ് ഒക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഉത്തരം വന്നേക്കുന്നത് വരെ തന്നിട്ടുണ്ട്. മാത്സ് ഒക്കെ അത് ഒരുപാട് ഉപകാരപ്പെടും. നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും. റാങ്ക് ഫയൽ റേറ്റ് 1300 രൂപയാണ്. ഡിസ്കൗണ്ട് വഴി 1200 രൂപയ്ക്ക് കിട്ടും. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഈ ഒരാഴ്ച മാത്രമേ നമുക്ക് ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, പിന്നീട് ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യത്തേ ഉള്ളൂ. ഫസ്റ്റ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വരുന്ന ബാച്ച് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബുക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും. കാര്യം ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾ ഒന്ന് ആത്മാർത്ഥം ശ്രമിച്ചാൽ, നിങ്ങളുടെ നന്നായിട്ട് ഫോക്കസ് പഠിച്ചാൽ ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.